ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രേസി PSC ലേണേഴ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ മുൻവർഷം ചോദിച്ച 10 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 80% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഈസി മെത്തേഡ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെയായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടി ഒരു പുതിയ ക്ലാസ് ആരംഭിക്കുകയാണ്. ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 മാത്സ് ക്വസ്റ്റ്യൻസ് വീതം നമ്മളിവിടെ ചെയ്യും. ഒപ്പം ഒരു വീക്ക്ലി ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ആദ്യം 2014 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാത്സ് കുറച്ച് ടഫ് ആയിട്ടുള്ളവരൊക്കെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ചെയ്യണത് 1/2014 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5, 9, 4, 8, 3, 7 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അപ്പോൾ ഈ ശ്രേണി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു റിലേഷൻ മനസ്സിലാവും. അടുത്തടുത്ത ടേംസ് തമ്മിൽ പ്രത്യേകിച്ച് റിലേഷൻ ഒന്നുമില്ല, പക്ഷേ ഓൾട്ടർനേറ്റീവ് ടേംസ് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5 കഴിഞ്ഞാൽ 1 കുറവായിട്ട് 4, 4 കഴിഞ്ഞാൽ 1 കുറവായിട്ട് 3, 3 കഴിഞ്ഞാൽ അടുത്തത് ഏതായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, 2. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ സമയം 12:15 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്ര ഡിഗ്രി? ഇവിടെ സമയം തന്നിട്ടുള്ളത് 12:15 ആണ്. 12:15 ആവുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഉണ്ടാക്കുന്ന കോണിന്റെ അളവാണ് നമ്മളോട് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്കറിയാം 12:15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 12 എന്ന് പറയുന്നതിലായിരിക്കും വലിയ സൂചി, ചെറിയ സൂചി വരുന്നത്. അതുപോലെ 15-ലായിരിക്കും വലിയ സൂചി വരുന്നത്. അതിൻ്റെ ഉള്ളിൽ 15 മിനിറ്റ് വരുന്നുണ്ട്. അതായത് 5 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി വരും. പക്ഷെ 90 ഡിഗ്രി അല്ല ആൻസർ. നമ്മൾ ആലോചിച്ചറിയാം 12:15 എന്ന് പറഞ്ഞാൽ ആ വലിയ സൂചി കുറച്ച് 12ന്റെ അടുത്തേക്ക് വരും. 12 കഴിഞ്ഞിട്ട് കുറച്ച് ആ സൂചികൾ തമ്മിൽ കുറച്ചൊരു അടുപ്പം വരും. അതുകൊണ്ട് നമ്മൾ ഈ 15ന്റെ ഹാഫായ 7.5 കൊണ്ട് ഇതിനെ മൈനസ് ചെയ്യണം. അപ്പോൾ 90 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരണേ? 82.5 ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ സൂചികൾ തമ്മിൽ എത്ര 5 മിനിറ്റുകൾ ഉണ്ടെന്ന് നോക്കാം. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വെച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 3 5 മിനിറ്റുകളുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3 × 5 ആണ് 15 ആയിട്ട് വരുന്നത്. അപ്പോൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. പക്ഷെ 90 ഡിഗ്രി അല്ല ആൻസർ. നമുക്ക് ആലോചിച്ചറിയാൻ പറ്റും ഈ 12ന്റെ സൂചിയും 15ന്റെ സൂചിയും തമ്മിൽ കറക്റ്റ് 12-ലല്ല നിൽക്കുക. 12.25 എന്ന് പറയുമ്പോൾ 12 കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ടായിട്ടുണ്ട്. അപ്പോൾ ആ സൂചികൾ തമ്മിൽ കുറച്ച് അടുത്തിട്ടുണ്ടാവും. അതായത് 90 ഡിഗ്രിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് വരാം. ആ കുറവ് എത്രയാണെന്ന് കാണാനായിട്ട് നമുക്ക് എത്രയാണോ മിനിറ്റ് തന്നിട്ടുള്ളത് അതിൻ്റെ ഹാഫ്. ഇപ്പം ഇവിടെ തന്നിട്ടുള്ളത് 15 മിനിറ്റ് ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 7.5. അപ്പോൾ ആ 90-ഉം 7.5 മൈനസ് ചെയ്താൽ ആൻസർ 82.5 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സമയം 9:20 ആണ്. ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. സമയം 9:20 ആണെങ്കിൽ, ക്ലോക്കിലെ സമയം 9:20 ആണെങ്കിൽ പ്രതിബിംബം കാണിക്കുന്ന സമയമാണ് ചോദിച്ചങ്ങനെ. പ്രതിബിംബം കാണാനായിട്ട് എപ്പോഴും നമ്മൾ 11:60 മൈനസ് ചെയ്താൽ മതി. 11:60 മൈനസ് 9:20 എത്രയാണ് കിട്ടുക? 60-20 പോയാൽ 40, 11-9 പോയാൽ 2. അപ്പം ആൻസർ 2:40 ആണ് ആൻസർ ആയിട്ട് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ പ്രതിബിംബം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും 11:60 മൈനസ് ചെയ്യാം. 12 കഴിഞ്ഞിട്ടുള്ള നമ്പർ ആണെങ്കിൽ മാത്രം നമുക്കറിയാലോ 12:15 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് 11:60 മൈനസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസിൽ മാത്രം 23:60. 23:60 എന്ന് പറഞ്ഞാൽ 24 മണി എന്നുള്ള അർത്ഥത്തിലാണ് 23:60. 11:60 എന്ന് പറഞ്ഞാൽ 12 മണി എന്നൊരു അർത്ഥത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ 11:60 മൈനസ് ചെയ്യാം. 12-ന് മുകളിലുള്ള നമ്പർ ആണെങ്കിൽ മാത്രം ഏത് നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യണം? 23:60 മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 2012 ഒക്ടോബർ 1 തിങ്കളാഴ്ചയാണ്.
എങ്കിൽ 2012 നവംബർ 1 ഏതാഴ്ചയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം രണ്ടും സെയിം ഇയർ ആണ്. ഒക്ടോബർ 1 മുതൽ നവംബർ 1 വരെയുള്ള ആ ഗ്യാപ്പിൽ എത്ര ദിവസം ഉണ്ടെന്നൊക്കെ നമ്മൾ നോക്കണം. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും 31 ദിവസമാണ് വരുന്നത്. അപ്പോൾ 31നെ 7 കൊണ്ട് ഹരിച്ച് നോക്കാം. 31നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 4 7 28. ശിഷ്ടം വരുന്നത്, ഈ ശിഷ്ടമാണ് നമുക്ക് ആവശ്യം, ശിഷ്ടം വരുന്നത് 3 ആണ്. അപ്പൊ ഈ 3നെ തിങ്കളാഴ്ച പ്ലസ് 3, തിങ്കൾ പ്ലസ് 3 എന്ന് പറയുമ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം. ആൻസർ ഓപ്ഷൻ സി വ്യാഴമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ഡേറ്റുകൾ തമ്മിൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കാം. അതിനുള്ള എത്ര ദിവസം ഉണ്ടെന്ന് നോക്കുക, അതിനെ 7 കൊണ്ട് ഹരിക്കുക. റിമൈൻഡർ എത്രയാണോ ആ റിമൈൻഡറിനെ ആ തന്നിട്ടുള്ള ദിവസം, ഇവിടെ ഇപ്പോൾ തിങ്കൾ എന്നാണ് തന്നിരിക്കണേ, തിങ്കൾ പ്ലസ് ആ റിമൈൻഡർ. ഇപ്പോൾ 0 ആണെങ്കിൽ തിങ്കൾ തന്നെ ആയിരിക്കും ആൻസർ. 1 ആണ് റിമൈൻഡർ ശിഷ്ടമായിട്ട് വരണമെങ്കിൽ ചൊവ്വയായിരിക്കും ആൻസർ. ഇവിടെ നമുക്കിപ്പോൾ 3 ആണ് ശിഷ്ടമായിട്ട് വന്നേക്കണം. അപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം. ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അർദ്ധഗോളാകൃതിയിലുള്ള ഒരു പാത്രത്തിൽ 3 ലിറ്റർ വെള്ളം കൊള്ളും. അതിന്റെ ഇരട്ടി ആരമുള്ള അർദ്ധഗോളാകൃതിയിലുള്ള മറ്റൊരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് 3 ലിറ്റർ ആണ് ആദ്യത്തെ അർദ്ധഗോളത്തിൽ കൊള്ളുന്നത്. ആദ്യത്തെ അർദ്ധഗോളത്തിന്റെ ആരം നമ്മൾ വിചാരിക്കുക 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത അർദ്ധഗോളത്തിന്റെ ആരം അവർ പറഞ്ഞിട്ടുണ്ട് ഇരട്ടി ആരം, അതായത് 2 6 എന്നാവും. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ ആ ഫോർമുല പഠിച്ചു വയ്ക്കണം. ഫോർമുല എന്താ? 2/3 പൈ ആർ ക്യൂബ്. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം അഥവാ വോളിയം കാണാനുള്ള ഫോർമുലയാണ് 2/3 പൈ ആർ ക്യൂബ്. ആരം 6 ആണെങ്കിൽ വോളിയം കാണാനുള്ള ഫോർമുലയാണ് 2/3 പൈ ആർ ക്യൂബ്. ഇത് അവരെത്രയാന്ന് തന്നിട്ടുണ്ട്? 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ 3 ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇരട്ടി ആരമാകുമ്പോൾ ഫോർമുല എന്തായിട്ട് മാറും? വോളിയം, അടുത്ത അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 2/3 പൈ. ഇതിനൊന്നും വ്യത്യാസമില്ല, പക്ഷെ ആരം 2r എന്നാവും. ആറിന് പകരം 2r ഹോൾ ക്യൂബ് എന്നാവും. അതായത് 2/3 പൈ, 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഈ 8 നമുക്ക് ഇവിടെ ഫ്രണ്ടിലായിട്ട് നിർത്താം. ആർ ക്യൂബ് ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം 2/3 പൈ ആർ ക്യൂബ് എന്ന് പറയാൻ നമുക്ക് ഇവിടെ എത്രയും വില കിട്ടിയിട്ടുണ്ട്? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് 8 × 3 എന്ന് എഴുതാം. ആൻസർ എത്രയാണ് വരാം? 24. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്താണെന്ന് അറിയാം. ആരം 6 ആണെങ്കിൽ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ് ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന് ഈ ഫോർമുല കാണാണ്ട് പഠിച്ചു വയ്ക്കണം. അർദ്ധഗോളത്തിന്റെ വ്യാപ്തം 2/3 പൈ ആർ ക്യൂബ്. അപ്പോൾ ഇരട്ടി ആരം എന്ന് പറയുമ്പോൾ ആറിന് പകരം 2r എന്ന ഫോർമുലയിൽ കൊടുക്കണം. അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 3/7 പ്ലസ് 3/7 പ്ലസ് 3/7 സമം 3/x ആയാൽ x എത്ര? അപ്പൊ നമുക്ക് ഇവിടെ നേരെ പ്ലസ് ചെയ്തൊന്നും എഴുതി വെക്കാൻ പാടില്ല. ഇതെങ്ങനെയാ ചെയ്യാം? 3/7 പ്ലസ് 3/7. അപ്പൊ നമുക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ആദ്യം ചെയ്യേണ്ടത് 3/7 പുറത്തേക്ക് എടുക്കുക. അപ്പൊ 3/7 ഇവിടുന്ന് പുറത്ത് വന്നാൽ ബാക്കി ഇവിടെ ഒരു 1 ഉള്ളൂ. അതുപോലെ അടുത്തതിലും 1, ഇവിടെയും 1. അപ്പൊ ഇതെന്തായിട്ട് മാറും? 3/7 × 3 എന്ന് വരും. 3 എന്ന് പറഞ്ഞാൽ 3/1 എന്നുള്ള അർത്ഥമാണ്. അതായത് a⁻m × a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m + n. അതേപോലെ 3/7 × 3/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറുകൾ നമുക്ക് പ്ലസ് ചെയ്യാം. 3/7 + 1 3/8. ഈ 3/8 എന്ന് പറയുന്നതാണ് 3/x. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര വരാം? 8 ആണ് ആൻസർ ആയിട്ട് വരാം. ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരാം, 8. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ 3/7 കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ബാക്കി 1 + 1 + 1 എന്ന് വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 3. 3/7 × 3/1. നമ്മൾ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട് a⁻m × a⁻n വന്നു കഴിഞ്ഞാൽ പവറുകൾ തമ്മിൽ നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇൻറ്റു ആണ് വന്നേക്കുന്നത്.
അതുകൊണ്ട് 3 × 7 + 1 3 × 8 എന്ന് എഴുതാം. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 6ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? ഇപ്പോൾ 6ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? ഗുണിക്കുമ്പോൾ 6 കിട്ടണത്. ഗുണിക്കുമ്പോൾ 6 കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 × 6 6ആണ്. അതുപോലെ 2 × 3 6ആണ്. അപ്പോൾ ഈ 4 നമ്പേഴ്സ് മാത്രമേ 6ന് ഘടകമായിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ വ്യുൽക്രമങ്ങൾ, 1ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1. അതുപോലെ 2ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. 3ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/3. 6ന്റെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ 1/6. ഇതിന്റെ തുകയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എല്ലാം 6ന്റെ ടേംസിൽ കരുതിയാൽ മതി. അപ്പം ഇവിടെ 6 ആവണമെങ്കിൽ × 6 × 6. അപ്പോൾ 6 എന്ന് കിട്ടും, 6/6. അതുപോലെ അടുത്ത നമ്പറിനെ × 3 × 3. അപ്പോൾ 3/6 എന്ന് കിട്ടും. അടുത്ത നമ്പറിനെ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ 2/6 എന്ന് കിട്ടും +1. ഇതെല്ലാവരും കൂടി ആഡ് ചെയ്താൽ 6 × 3 = 9, 11 12. 12/6 എന്നാണ് കിട്ടുന്നത്. 12/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 6ന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണിക്കുമ്പോൾ 6 കിട്ടുന്ന നമ്പേഴ്സ്. 4 നമ്പേഴ്സ് നമുക്ക് കിട്ടി. 1 2 3 6. 6ന്റെ ഘടകങ്ങൾ 4 നമ്പേഴ്സ് വരുന്നുണ്ട്. അതിന്റെ വ്യുൽക്രമം, അതായത് തിരിച്ചെഴുതാം. എന്നിട്ട് അതിന്റെ തുക കണ്ടു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 1/2 + 1/4 + 1/8 + 1/16 + 1/32 + 1/64 + 1/128 + x = 1 എങ്കിൽ എക്സിന്റെ വില എത്ര? അപ്പോൾ ഈ എക്സിന്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെല്ലാം 128ന്റെ ഏറ്റവും വലുത് 128ആണ്. എല്ലാവരും 128 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ, 128നെ ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ എല്ലാത്തിനെയും 128ന്റെ ടേംസിലേക്ക് ആദ്യം മാറ്റണം. 1/2നെ 128ന്റെ ടേംസിലേക്ക് മാറ്റണമെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ചെയ്യേണ്ടി വരാം? 2 × 64 128 വരാം. അപ്പോൾ ആദ്യത്തെ ടേം വരുന്നത് 64/128. അതുപോലെ അടുത്തത് നോക്കുമ്പോൾ വരുന്നത് 1/4 ആണ്. 1/4നെ 4 × 32 ചെയ്യുമ്പോഴാണ് 128 വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പകരം 32/128 എന്ന് എഴുതാം. അതുപോലെ അടുത്തത് 1/8 ആണ്. 8 × 16 ചെയ്യുമ്പോഴാണ് 128 വരുന്നത്. അപ്പോൾ അതിന് പകരം 16/128 എന്ന് എഴുതാം. അതുപോലെ 1/16 എന്ന് പറയുമ്പോൾ × 8 ചെയ്താലാണ് 128 വരാം. 1/16ന് പകരം 8/128 എന്ന് എഴുതാം. അതുപോലെ 1/32 എന്ന് പറയുമ്പോൾ 1/32 എന്ന് പറയുമ്പോൾ 32 × 4 ചെയ്യുമ്പോഴാണ് 128 വരാം. 4/128. അതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് വരുന്നത് 2/128 പ്ലസ് അവിടെ ഒരു 1/128 കൂടി ഉണ്ട്. ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് മുകളിലുള്ള നമ്പേഴ്സ് എല്ലാം പ്ലസ് ചെയ്യാം. അപ്പോൾ വരാം 127/128 ആണ്. പ്ലസ് എക്സ് സമമാണ് എത്ര വന്നേക്കണേ? 1. ഈ എക്സിന്റെ വിലയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. 1 - 127/128 വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 128 128 മൈനസ് 127/128. അപ്പോൾ ആൻസർ എന്താ വരാം? 128 - 127 എന്ന് പറയുമ്പോൾ 1. 1/128 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. അപ്പോൾ ഇതിനെല്ലാം ആദ്യം തന്നെ LCM കാണുന്ന പോലെ എല്ലാത്തിനെയും 128ന്റെ ടേംസിലേക്ക് ആക്കുക. എന്നിട്ട് മുകളിലുള്ള നമ്പേഴ്സ് എല്ലാം പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 127/128 പ്ലസ് x = 1 എന്നാണ്. അപ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം.
ഇവിടെ പ്ലസ് ആണ്, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ആൻസർ വരുന്നത് 1/128. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 100? നമ്മൾ ഒരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒറ്റ സംഖ്യകളുടെ കാര്യമാണ് പറയുന്നത്. n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഫോമുലയാണ് n². അപ്പോൾ ഇവിടെ n² എന്ന് പറയുന്നത് അവർ തന്നിട്ടുണ്ട് എത്രയാണ്? 100 ആണെന്ന് തന്നിട്ടുണ്ട്. തുക തന്നിട്ടുണ്ട് 100. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ വരാ? √100 10 ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഈ ഫോമുല അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 5ന്റെ 80% 4, എന്നാൽ 4ന്റെ എത്ര ശതമാനമാണ് 5? അപ്പോൾ ഈ ഫസ്റ്റ് ഭാഗം വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 4ന്റെ എത്ര ശതമാനമാണ് 5 എന്നാണ് ചോദിച്ചത്. അപ്പോൾ 4ന്റെ ഒരു x% 5 എന്ന് എഴുതാം. 4ന്റെ x% 5. അതായത് x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? എല്ലാ നമ്പേഴ്സും, ഈ നമ്പേഴ്സ് എല്ലാം ഇപ്പുറത്തോട്ട് വന്നാൽ എക്സിൻ്റെ ആൻസർ കിട്ടും. 5 × 100 ഇപ്പുറത്ത് വരുമ്പോൾ ×100 ആവും. അതുപോലെ ഇവിടെ ×4 എന്നുള്ളത് ഇപ്പുറത്ത് വരുമ്പോൾ 4 ആവും. 4 100ൽ 25 പ്രാവശ്യം 5 × 25, ആൻസർ 125. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഭാഗം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 4ന്റെ x% 5 എന്ന് എടുക്കാം. 4ന്റെ x% എന്ന് പറഞ്ഞാൽ 4 × x/100 = 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. എത്രയാണ്? 125. അപ്പോൾ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ക്രേസി PSC ലേണേഴ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.